ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പല്ലികളെ കൊല്ലാനുള്ള ടിപ്സുകളാണ്. അപ്പോൾ പല്ലികളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായും തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന 3 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് മുട്ടയുടെ തോടാണ്. അപ്പോൾ നമ്മൾ ഓംലേറ്റിനോ ബുൾസൈക്കൊക്കെ എടുത്തത് ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് നമ്മൾ എടുത്ത സാധനം തന്നെയാണ്, മുട്ടയുടെ തോട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് കുറേ ദിവസമായതോ മോശമായ സ്മെല്ലെന്നുള്ളതൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രഷ് ആയിട്ടുള്ള മുട്ടത്തോട് തന്നെ എടുക്കുക. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഫസ്റ്റ് ടിപ്പ് ചെയ്യാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മുട്ടത്തോട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ തിരുമ്മി ഇടുക. ഇപ്പോൾ ഒരു മുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു മുട്ടയുടെ തോട് കൂടി എടുക്കണം കേട്ടോ. 2 തോട് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ 2 കോഴിമുട്ടയുടെ തോടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ടെടുത്ത് ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ പശത്ത് പോലെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലിക്വിഡ് നമ്മുടെ വൈറ്റ് ഉണ്ടല്ലോ മുട്ടയുടെ, അതിൻ്റെ ആ ഒരു കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം ഇത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തിരുമ്മി എടുത്താൽ മതി, അല്ലാണ്ട് നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് ക്രഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ മിക്സിയിൽ ക്രഷ് ചെയ്താലും നല്ലതാണ്, നിങ്ങളുടെ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ ഗോതമ്പ് പൊടി കൂടി നമ്മൾ ഈ മുട്ടയുടെ തോടിനകത്തോട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ പല്ലി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, പൂർണ്ണമായിട്ടും പല്ലിയെ കൊല്ലാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മളൊരു കാരണവശാലും പേടിക്കേണ്ട. ഇത് പല്ലികൾ കഴിച്ചാൽ അടുത്തതൊക്കെ തന്നെ ആയിരിക്കും ചത്ത് വീഴുന്നത്, അല്ലാണ്ട് ദൂരോട്ടൊന്നും ഇങ്ങനെ ഓടിപ്പോകത്തൊന്നുമില്ല. അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന പാരസെറ്റമോൾ ഗുളികയാണ്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പാരസെറ്റമോൾ ഗുളിക എടുത്താലും മതി. 2 എണ്ണം എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പേപ്പർ വിരിച്ചിട്ടിട്ട് ഇതിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ന്യൂസ് പേപ്പർ എടുത്തത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ടിപ്സുകൾ പൂർണ്ണമായിട്ടും ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ജീവികളോ ഒന്നും എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആർക്കും വേറെ അപകടങ്ങളൊന്നും സംഭവിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ്, അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാരസെറ്റാമോൾ കംപ്ലീറ്റ് ആയിട്ട് 2 എണ്ണം പൊടിച്ചതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടത്തോടിൽ ഗോതമ്പ് പൊടി ചേർത്തിരുന്നു, അതിനകത്തോട്ട് നമ്മൾ പാരസെറ്റാമോൾ 2 എണ്ണം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഫുൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ തോടൊക്കെ നന്നായിട്ട് ഇതുമായിട്ട് ഗോതമ്പ് പൊടിയായിട്ടൊക്കെ മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത്, ഈ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട സാധനമില്ല. നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് കൂടുതലായിട്ട് വാങ്ങുന്നതെന്നല്ല, നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് എടുത്തിരിക്കുന്ന വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഒരു അടപ്പോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. നിർബന്ധമായിട്ട് വിനാഗിരി തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്തായാലും വിനാഗിരി ഇത്ര ഒഴിച്ചാൽ ഇതൊന്നും നന്നായിട്ട് മിക്സാക്കി കിട്ടില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും കൂട്ടി എടുക്കണ്ട. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് പല്ലിയുടെ ശല്യം കാണുന്നത് ആ ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സാക്കി എടുക്കണം. കാരണം അത് നന്നായിട്ട് കുഴഞ്ഞ് വന്നാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ കുഴഞ്ഞു വന്നാൽ മതിയേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നമ്മളിത് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഒരു പേപ്പറിലൊക്കെ ചിരട്ടയിലോ ഒക്കെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും ബെറ്റർ. അപ്പോൾ ഇതേപോലെ പേപ്പർ ഇടുക. അതിനുശേഷം ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വയ്ക്കാവുള്ളൂ, ഒത്തിരി ഒന്നും വയ്ക്കരുത്. വെച്ചതിന് ശേഷം വയ്ക്കുക. അപ്പോൾ പല്ലുകൾ കഴിക്കുകയും തൊട്ടടുത്തുകളിൽ തന്നെ ചത്ത് വീഴുകയും ചെയ്യും കേട്ടോ. കുറേ ദൂരമൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണേ. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മളിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഇടികല്ലിയാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളിൽ തന്നെ വെച്ചിട്ടാണ്. ഇതൊരു സ്പ്രേ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതല്ലേ ഉണ്ടാക്കി ഒരു ഫുഡ് പോലെയാണല്ലോ, കഴിക്കാൻ പറ്റുന്ന തരത്തിലാണല്ലോ. ഇതൊരു സ്പ്രേ പോലെയാണ്, അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് 5-6 കുരുമുളകാണ് ഇടികല്ലിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ കുരുമുളക് പൊടി എത്രമാത്രം അതിനകത്ത് കുരുമുളകിൻ്റെ അംശം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ കുരുമുളക് ചതച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിനകത്തോട്ട് മാറ്റിക്കെടുക്കണം. അപ്പം കുരുമുളക് ഒരു 10ഓ 12ഓ ആ രീതിയിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളിനി എങ്ങാനും കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്ന എടുക്കണം, ഒരു 1/4 സ്പൂണോളം ഒക്കെ എടുത്താൽ മതി. അത്രയും പാത്രത്തിലേക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ
ചൂടുള്ളത് എന്ന് വെച്ചാൽ തിളച്ചത് വേണ്ട, പക്ഷേ എങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കുരുമുളകും അതും കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്തേക്ക് നമുക്കിത് ഈ മുട്ടയുടെ തോട് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. മുട്ടയുടെ തോട് 1-2 പീസ് പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്തു എന്ന് വെച്ചിട്ട് തന്നെ നല്ലതാണ്. പിന്നെ ഈ ഇപ്പം നമ്മൾ ചെയ്യുന്ന ടിപ്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മുട്ടത്തോട് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ആക്കണം കേട്ടോ. മുട്ടത്തോടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത്. അടുത്തതായിട്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു പകുതി നാരങ്ങ മതി കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി മതി. നമുക്ക് ഇതിനകത്തോട്ട് പിഴിഞ്ഞ് കൊടുക്കാം നാരങ്ങയുടെ നീരും കൂടി. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അരിച്ച് മാറ്റിയിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി യൂസ് ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ സ്പ്രേയുടെ ഉള്ളിലോട്ട് ഇതിൻ്റെ മുട്ടത്തോടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കയറിയിരിക്കും, സ്പ്രേ വർക്ക് ചെയ്യത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് ഇനി നമുക്കൊരു അരിപ്പ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് അരിച്ച് മാറ്റാം കേട്ടോ. അരിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ ശേഷം മാത്രമേ നിങ്ങൾ അരിച്ചെടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അരിച്ച് മാറ്റുന്നത്. അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം നിങ്ങളിങ്ങനെ അരിച്ച് മാറ്റിയിട്ട് സ്പ്രേ ചെയ്താലേ ആ മുട്ടത്തോടിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ആ മിക്സ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിലേക്ക് പോവാം. 3ാമത്തെ ടിപ്പാണ്. അപ്പോൾ 3ാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ എടുത്തത് ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് കേട്ടോ സോസ്പാനിൽ എടുത്തത്. അടുത്തതായിട്ട് പാറ്റഗുളിയാണ് എടുത്തിരിക്കുന്നത്. പാറ്റഗുളി ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് റബ്ബറിട്ട് വെക്കും കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലും ആയിരിക്കും. ആ ഒരു എഫക്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പാറ്റഗുളി നമുക്ക് എടുക്കാം. വരുന്നില്ലല്ലോ, അതെവിടെയോ ഞാൻ സൈഡിൽ പൊട്ടിച്ചിരുന്നു. ഓക്കെ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമുക്കൊരു പാറ്റഗുളി ആദ്യം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്താലും നമുക്ക് മെൽറ്റായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൗസൊക്കെ സ്മെല്ലൊക്കെ വരുമെങ്കിൽ ഗ്ലൗസോ കവറോ എന്തെങ്കിലുമൊക്കെ കയ്യിലിട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് എടുക്കാതെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെട്ടി തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ, പാറ്റഗുളിയെ മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ പാറ്റഗുളിയുടെ അകത്തോട്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് മെൽറ്റായി വന്നോളും കേട്ടോ. അത് കുറച്ച് നേരം അതിനകത്ത് കിടന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് കുത്തിയാലും മതി, അത് തരിതരിയായിട്ട് വന്നോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഇത് മെൽറ്റാവുന്ന സമയത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. ഇത് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ട് കുറച്ച് നേരം പൊങ്ങിക്കിടക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് അത് ആയിക്കോളും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പേപ്പറിൽ ഇട്ടിട്ട് എന്തെങ്കിലും ഇടികല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് ഞാൻ ഇടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ അതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഈ പരുവത്തിൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുണ്ട വെളുത്തുള്ളി എടുത്തിട്ട് മൊത്തം വേണ്ടിട്ട് 2-3 അല്ലി വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി. ഇതെടുത്തിട്ട് നമുക്ക് ഇടികല്ലിൽ ഇട്ടിട്ട് ഇനി ചതച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇടികല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ആ മെൽറ്റായി വന്നോളുമല്ലോ, ആ സമയത്തേക്ക് പാറ്റഗുളി മെൽറ്റായി കിട്ടിക്കോളും. ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലി കൊല്ലാൻ പറ്റുന്ന ടിപ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു 3 അല്ലിയൊക്കെ എടുത്താൽ മതി കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയുടെ തോടാണ് കേട്ടോ. ബാക്കിയുള്ള മുട്ടയുടെ തോട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പാറ്റഗുളിക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. ഈ സ്പ്രേ ചെയ്യുമ്പോൾ ഈ മുട്ടത്തോടുള്ളപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോടിൻ്റെ സ്മെല്ല് പല്ലികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വന്നോളും. പക്ഷേ ഇത് വന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് മറ്റിതുണ്ടല്ലോ പാറ്റഗുളി ഉള്ളത് കൊണ്ട് ആ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ചത്തും പോവേ. അപ്പോൾ കൂടുതൽ ടിപ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാത്ത. ബൈ ബൈ, സീ യു.